ഡോക്ടർ ചേച്ചിയെ പരിശോധിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയാൻ കാത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്നറിയാം. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓരോരുത്തരോടും വലിയൊരു നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമ്മ മരിച്ചതിന് ശേഷം എല്ലാ ദിവസവും അമ്മയെ പറ്റി ഓർക്കെങ്കിലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ ചേച്ചിയുടെയും ഡെലിവറി ടൈമിലും പിന്നെ ചേച്ചിക്ക് അസുഖം എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് തുടങ്ങിയ സമയത്ത് വരും. നമ്മുടെ നല്ല കാലത്ത് ഒരുപാട് പേര് നമ്മുടെ ചുറ്റും കാണും. പക്ഷെ നമുക്കൊരു മോശം സമയം വന്നാൽ മാത്രമേ അറിയുള്ളൂ അതിൽ എത്ര പേര് ജെനുവിനാണെന്നും എത്ര പേര് നമ്മുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കി തന്ന കുറച്ച് വർഷങ്ങൾ കൂടിയായിരുന്നു ഈ കഴിഞ്ഞു പോയതല്ല. ഒരു ചെറിയ പനി വന്നാൽ കൂടെ അമ്മയുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ പിന്നെ ഇത്രയും വലിയൊരു അസുഖം വന്ന സമയത്ത് എത്രത്തോളം ആയിരിക്കും ഞങ്ങൾ അമ്മയെ മിസ് ചെയ്തെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ കമന്റ് ബോക്സിൽ എന്നെ തീരത്തത്ര ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ മെസ്സേജസ് വായിക്കുമ്പോൾ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണെങ്കിലും അറിയാതെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഒരിക്കൽ പോലും ഞങ്ങളെ നേരിട്ട് കാണി സംസാരിക്കുക ചെയ്യാത്ത എത്ര അധികം പേരാണല്ലേ ഇപ്പൊ ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെയുള്ളത്. എല്ലാവരും സ്നേഹിക്കപ്പെടാൻ തുറന്ന് ഒട്ടും ചെറിയ കാര്യമല്ല. ഇതിന് തിരിച്ച് നിങ്ങളോട് എല്ലാവരോടും എങ്ങനെ നന്ദി പറയുന്നേ മനസ്സിലാവുന്നില്ല. അങ്ങനെ കാത്തിരിപ്പിന്റെ അവസാനം ഞങ്ങളുടെ ടോക്കൺ നമ്പർ എത്തി. മുഖത്ത് എപ്പോഴൊരു ചിരിയുണ്ടെങ്കിലും അകത്ത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അങ്ങനെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇറങ്ങി. ഡോക്ടർ ചേച്ചിയെ പരിശോധിച്ച് പേടിക്കാനൊന്നുമില്ല എന്ന് പറയുന്ന കേൾക്കാൻ കാത്തിരിക്കായിരിക്കും നിങ്ങളെല്ലാവരും എന്നറിയാം. പക്ഷേ കംപ്ലീറ്റ്ലി നോർമൽ ആണെന്നുള്ള റിപ്ലൈ അല്ല ഡോക്ടർ തന്നെങ്കിലും തൽക്കാലം പേടിക്കേണ്ടെന്നും പറഞ്ഞു. 3 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ MRI സ്കാൻ ചെയ്യണം. ആ സ്കാനിൽ ഇപ്പൊ കാണുന്ന സിസ്റ്റിന്റെ സൈസ് കൂടി കണ്ടാൽ അപ്പൊ റിസ്കിയാണ്. കാരണം ഡോക്ടർ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് വന്ന ക്യാൻസർ ടൈപ്പ് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ രണ്ടാമത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 2 ബ്രസ്റ്റും ഓവറിയും യൂട്രസ് എല്ലാം റിമൂവ് ചെയ്യാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 സിസ്റ്റം കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഇത്രയധികം ടെൻഷൻ അടിക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. അതൊന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. 2014 അമ്മയ്ക്ക് അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. വളരെ ആക്റ്റീവായി ജോലിയൊക്കെ ചെയ്ത് ഹെൽത്ത് നോക്കി നടക്കുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് ഇതുപോലത്തെ ഒരു അസുഖം വന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ഷോക്ക്ഡായി. അസുഖം അറിഞ്ഞ തൊട്ട് അവസാനം 2018 അമ്മ മരിക്കുന്നവരെ ഒരു ദിവസം പോലും സമാധാനം എന്താണെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അമ്മ മരിച്ച ദിവസം ഒരുപാട് വിഷമിച്ചെങ്കിലും ഇനി അമ്മയ്ക്ക് വേദനകളൊന്നും സഹിക്കേണ്ടി വരില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് അന്ന് എവിടേക്കോ ഒരു ആശ്വാസം തോന്നി. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വന്ന പോലെ ഈ അസുഖം എനിക്കും വരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരുന്ന ചേച്ചിക്കായിരുന്നു വെറും 33ാമത്തെ വയസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ 3rd സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. ആ സമയത്താണ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫാമിലി ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചത്. എൻ്റെ അമ്മ കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ അമ്മ ഇവരൊക്കെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ചു പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അമ്മമ്മ എന്ന് പറഞ്ഞ ആളായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധ അടുപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരും ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നീട് ഈ ഹിസ്റ്ററി ഞങ്ങൾ ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തു. അതോടുകൂടെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഈ അസുഖം ഞങ്ങൾക്ക് ജനറ്റിക്കലി വന്നതാണെന്നും ചേച്ചി മാത്രമല്ല ഞാനും മിന്നും എന്തിന് ചേച്ചിയുടെ 5 വയസ്സുള്ള മോള് വരെ ഹൈ റിസ്ക് കാറ്റഗറിയിലാണെന്നും. ഡോക്ടർ സജസ്റ്റ് ചെയ്ത പോലെ ഞാനും മിന്നും ഇപ്പോൾ ബ്രാക്ക ടെസ്റ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ്. അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. മുത്തശ്ശീനെയും എന്നെയും മിന്നുവിനെയൊക്കെ നിങ്ങൾ എപ്പോഴും വീഡിയോയിൽ ഒരുപാട് പൊട്ടി ചിരിച്ചേ കാണാറുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ഡാർക്ക് സൈഡും കൂടെ ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം തോന്നി. നമ്മൾ പലപ്പോഴും തമാശക്ക് പറയാറില്ലേ എല്ലാവർക്കും പാരമ്പര്യമായിട്ട് സ്വത്തുക്കളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് കിട്ടിയത് കഷണ്ടിയും ഷുഗറും പ്രഷറൊക്കെയാണെന്ന്. പക്ഷെ അതൊക്കെ വന്നാലും ഞങ്ങൾക്ക് കിട്ടിയ പോലൊരു പണി നിങ്ങൾക്ക് കിട്ടാതിരിക്കട്ടെ.